നല്ലൊരു വാഴയില എടുത്തിട്ട് കുറച്ച് കറിവേപ്പില ബെഡ് ചെയ്യുക, അടുക്കി അടുക്കി വെക്കുക. പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മണ്ടക്കോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. കാന്താരിയെ ബെസ്റ്റ്, കൊച്ചുള്ളി, പിന്നെ കറിവേപ്പില, ഇത് മൂന്നോട് അരച്ചിട്ട് നമ്മുടെ ഐറ്റം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പെരട്ടി കൊടുത്തിട്ട് ഈ പറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ചേക്കുന്ന വാഴയിലക്കകത്തോട്ട് ഇടുക. തേങ്ങാപ്പാൽ ഇങ്ങനെ തൂവി കൊടുക്കുക. ചിക്കൻ കറിയാണ് അല്ല, ചോറിന്റെ റെസിപ്പി പറയോ? യെല്ലോയിഷ്, ഗ്രീനിഷ്, ഒരു സിൽവറിഷ്, റെഡിഷ് ഒക്കെ ഒരു കളറും കാണും. അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ചോദിക്കും എന്തുവാ വെച്ചേക്കുന്നതെന്ന്. ഒതൻറ്റിക് ടേസ്റ്റ്. വെറുതെ ഇതിനെ മസാലയുടെ മണമൊക്കെ ചേർത്ത് വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കുന്നത്. ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ, എന്ത് രസമായിരിക്കും. ഞാൻ ചെയ്തുള്ളൂ, പ്രശ്നമില്ലാവോ? ഇത് പുള്ളി ആ ഒരു സെൻസിൽ എടുക്കത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ അങ്ങോട്ട് വിളിക്കുവോ? ചേട്ടാ ഞങ്ങളൊരു 1.5 മണിക്കൂർ ചേട്ടാ ഇപ്പൊ എത്തും. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നേ, ഒന്നെങ്കിൽ കൊല്ലാൻ അല്ലെങ്കിൽ വളർത്താൻ. ഫുഡൊക്കെ കൊണ്ടുതരുന്നു, പുള്ളിയെല്ലാം ഹാപ്പിയാന്ന് തോന്നുന്നു. കഴിച്ചു തുടങ്ങിക്കോ. പാൽക്കപ്പ ചേട്ടാ മറ്റേ വീഡിയോക്കകത്ത് ഞാൻ ചുമ്മാ വെറുതെ. നീ ഇനി മേലെ വെറുതെ ചെയ്യരുത്, കാര്യമായിട്ട് ചെയ്തോണം, മനസ്സിലായോ? ഞാൻ വിചാരിച്ച നീ സീരിയസ് ആയിട്ട് ചെയ്തതാണോ? ഇതിന് ഇതിനകത്ത് ഗ്രീനിഷ് ഉണ്ടല്ലേ? സിൽവറിഷ് പോകുന്നുണ്ടോ? ഇല്ല, ഗ്രീനിഷ്. പാൽക്കപ്പ, തേങ്ങാപ്പാൽ കപ്പ. എന്തോ തേങ്ങാപ്പാൽ കപ്പ കഴി. നിനക്ക് അതിനകത്ത് ബ്ലൂയിഷ് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നണ്ട. വീണ്ടും ഉണ്ട്, മനസ്സിലായില്ല? പാൽ കൊഴക്കട്ട. എന്തോ തേങ്ങാപ്പാൽ കൊഴക്കട്ട, പിടിന്നൊക്കെ പറയും. സിൽവറിഷ് എങ്ങനെ? സിൽവറിഷ് ഇല്ലേ, ബ്ലൂയിഷ്, ചെറിയൊരു എന്താ പറഞ്ഞ റെഡിഷ് പോലെ ഉണ്ടല്ലേ? ചട്ടിയുടെ ആയിരിക്കും. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മഞ്ഞപ്പിത്തം പിടിച്ചവന് എല്ലാം മഞ്ഞ കഴി. പാൽ കൊഴക്കട്ട പതിയെ കഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഒന്നും കാണാതെ വിചാരിക്കും. അടുത്ത പാലിലായിട്ടാണോ? തേങ്ങാപ്പാൽ. അടുത്ത ഇനി വെളിച്ചെണ്ണ. യെസ്, വെന്ത വെളിച്ചെണ്ണ. എവിടെയോ കേട്ട മാതിരി തോന്നില്ലേ? അതെ, വെന്ത വെളിച്ചെണ്ണ. വെന്ത വെളിച്ചെണ്ണ നമ്മൾ നോക്കാം. എന്റെ കോളറിനുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. എന്തിനാ അറിഞ്ഞിരിക്കാമല്ലോ. അതിനകത്ത് പറ്റുമോ തോന്നുന്നില്ല. അല്ല, കുറച്ചുകൂടെ വലുതാവും അല്ലേ? അത് കുറച്ച് വലുത്. ഇത്രയല്ലേ വരത്തുള്ളൂ? ഇച്ചിടെ വരുമെന്ന് തോന്നുന്നു. ഇത് മതി, നമുക്കൊരു ചെറിയ ഞെരുക്കം വേണ്ടേ? ചോറ്, ചട്ടി, ചമ്മന്തി, പച്ച വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ, നോട്ട് പച്ച. ഓക്കെ, നമ്മൾ ചോറിടുന്നു, കണ്ടോ? നമ്മൾ ചമ്മന്തി ഇടുന്നു, നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, നമ്മൾ കഴിക്കുന്നു. ജീവിതത്തിൽ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? കൊച്ചിലെ വെളിച്ചെണ്ണ കഴിച്ചിട്ടുണ്ട്. അമ്മ വന്നിട്ടുണ്ട്. അതല്ലേ വായിക്കൂടെ വെള്ളം വരുന്നു ചെറുതായിട്ട്. അപ്പൊ നമ്മള് നീ പഠിക്കണം, കാരണം നമ്മളെ അല്ലല്ല സിമ്പിൾ മുട്ട പൊള്ളിച്ചത്. അല്ലല്ല, അത് അയ്യേതൊന്നുമല്ല, കേരളത്തിന്റെ വികാരമാണ്. ഏത് ഹോട്ടലിൽ പോയാലും ചേട്ടാ ഡബിൾ ഓംലെറ്റ് ഉണ്ടോ കേട്ടിട്ടുണ്ടോ? പിന്നെ 101 പ്രാവശ്യം ചെയ്ത് പഠിക്കണം. ഇതാണ് എംപോസിഷൻ. പഠിച്ചിട്ടുണ്ടോ? മുട്ട പൊരിക്കാനെങ്കിലും ചെയ്യണം. കാരണം ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ള ചീത്തപ്പേര് അത് നിന്നിലൂടെ തീർക്കണം. നമുക്ക് ധാരണയുണ്ട്. ഇതെന്താ ഇത്? എന്തോ മുട്ടയല്ല, മുട്ട അല്ലേ? ചെറിയ ഉള്ളി കുനുകുനാന്ന് അരിയണം. ബെഡ് ചെയ്യാനുള്ള കരിവേപ്പിലും ഒക്കെ ഉണ്ട്. അത് ഇത് നമ്മൾ വാഴയിലല്ല ബെഡ് ചെയ്യുന്നത്. തോക്കിനകത്ത് കയറി വെടി വെക്കരുത്, തോക്കിനകത്ത് വെടി വെക്കരുത്. ചെറിയ ഉള്ളി പവിത്രത നഷ്ടപ്പെടും. അല്ല, കുനു എന്തോന്ന് കുനു പുതിയത് വരട്ടെ. എങ്ങനെ? ചെറിയ കുനു അരിയ. അതേപോലെ കാന്താരി മുളകില്ല, ഇപ്പൊ കിട്ടുന്നില്ല, കാലാവസ്ഥ ചൂടാ. അതുകൊണ്ട് പച്ചമുളക് കിരി അരിയ. എങ്ങനെ? അപ്പൊ എന്നിട്ട് നമ്മള് 2 മുട്ട എടുത്ത് ആദ്യമേ ഒരെണ്ണം ഇങ്ങനെ പൊട്ടിച്ചു, കണ്ടോ? രണ്ടാമത് വീണ്ടും ഒരു മുട്ട എടുക്കുന്നു. എങ്ങനെ പൊട്ടിക്കുന്നത്? നമ്മുടെ തേങ്ങ
തേങ്ങാ പീര, ഇതിനെല്ലാം ശാസ്ത്രീയ നാമങ്ങളുണ്ട് അതെ ഇല്ലേ? അതെ. എന്ത് ചെയ്യാ? ഞെവിടി. നന്നായിട്ട് ഞെവിടി. ഞെവിടി അല്ലേ? ഞെവിടിയ പദാർത്ഥം നമ്മൾ മുട്ടയിലേക്ക് സമർപ്പിക്കുക. മുട്ടയിലേക്ക് സമർപ്പിക്കുക. ഇതെന്താ ഇത്? തേങ്ങാപ്പാൽ. ആ, പാലം കൊണ്ട് ഒഴുകിയ. ഇവിടെയും തേങ്ങാപ്പാൽ ഉണ്ടല്ലോ. ആ, എന്നിട്ട് എന്ത് ചെയ്യാ? മുട്ട അടിക്കുക. അടി. വെന്ത വെളിച്ചെണ്ണ. എന്ത് വെളിച്ചെണ്ണ? വെന്ത വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ മാറ്റിയപ്പോ അടിച്ചു. വെന്ത വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് പവിത്രതയാണല്ലേ? നഷ്ടപ്പെടുന്നില്ല. ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഇതിനു മുമ്പ് മുട്ട പൊള്ളിച്ച് കഴിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. മോഹൻലാൽ വരെ ലൈക്ക് അടിച്ച ഇത് ശബ്ദം കേൾക്കുന്നില്ല. അതല്ല, അതാ ഇങ്ങനെ കൂടെ ഈ ശാസ്ത്രീയ സംഗീതം കേൾക്കണം. അതെ, തട്ടയുടെ സംഗീതം അല്ലേ? ഒന്ന് അടിച്ചു നോക്കട്ടെ. ഞാൻ അടിക്കുമ്പോ അങ്ങനെ വരുന്നില്ലല്ലേ? അടിച്ച മുട്ട ഒഴിച്ചു വാഴയിലോട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ്. ഉണ്ടോ? ഉണ്ടോ? ഇനി റെസിപ്പി കാണിച്ചു കൊടുത്തില്ല എന്ന് വേണ്ട അല്ലേ? എന്താ മോനെ, നമ്മൾ അടച്ച് ഒരു വാസന. എങ്ങനെ മുറി മൊത്തം എങ്ങനെ വാസന ഇല്ലേ? അതെ. ആരുടെ പൈപ്പ് തുറന്നു വിട്ട അവിടെ? എന്താ വെള്ളം അത് ഇവിടുന്ന്. ആണോ? ആ മുട്ടയ്ക്ക് ഒരു അന്തസ് വന്നല്ലേ? അതെ അതെ അല്ലേ? കൊല്ലത്തുള്ള ഡയലോഗ് അന്തസ് അല്ലേ? അന്തസ് വേണമെന്ന് അല്ലേ? എന്റെ മോനെ നല്ല മണമായിട്ട് ശരിക്കും ഇല്ലേ? ഇത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഐ ആം വെയിറ്റിംഗ്. അണ്ണാക്ക് പൊള്ളിക്കണ്ട. വാഴയിലയിൽ പൊള്ളിച്ച മുട്ട എൻ്റെ അഖിൽ സഹോദരനായി കൊണ്ടുപോയിക്കോ. പവിത്ര നഷ്ടപ്പെടുന്നതിന് മുമ്പ് കൊണ്ട് കഴിച്ചു. എനിക്ക് പുള്ളിയുടെ ഐഡിയ ഇപ്പോൾ എനിക്ക് മനസ്സിലായോ. നമ്മളെ ഫുഡ് തീറ്റിച്ച് കൊല്ലാനുള്ള പരിപാടിയാണ്. കേട്ടോ? കഴിച്ചു. നീ കഴിച്ചിട്ട് ഇവിടുന്നല്ലേ പോന്നെ? പ്രശാന്തേ, ഇപ്പൊ ഇറങ്ങി പോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ.